മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. മകന്റെ പരാതിയിൽ പിതാവിന്റെ ഖബർ തുറന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാനൊരുങ്ങി കോഴിക്കോട് പയ്യോളി പോലീസ്. ഇളുവയലിൽ മുഹമ്മദിന്റെ മൃതദേഹമാണ് ഇന്ന് പുറത്തെടുക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നു. അഭിന, പിതാവിന്റെ ഖബർ തുറന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഒരുങ്ങുന്നത് പോലീസ്. ഈ ഒരു പരാതിയുടെ എന്ത് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഖബർ തുറന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോലീസ് ഒരുങ്ങുന്നത്? എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ദീപ്തി, ഇക്കഴിഞ്ഞ 26-നാണ് മുഹമ്മദിനെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കഴിഞ്ഞ 27 വർഷക്കാലമായി ഈ മകനും അതോടൊപ്പം തന്നെ ഭാര്യയുമായി യാതൊരു ബന്ധവും ഇല്ലാതെ ഒറ്റയ്ക്ക് താമസിച്ചു വരികയായിരുന്നു മുഹമ്മദ്. ഇതിനിടെയാണ് മുഹമ്മദിന്റെ മരണം ഉണ്ടാകുന്നത്. ഈ മുഹമ്മദ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ, അതായത് കസേരയിൽ ഇരിക്കുന്ന നിലയിലാണ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. മുഹമ്മദിനെ വീടിന് പുറത്തേക്ക് കാണാത്തതിനാൽ അയൽവാസികൾ വീട്ടിലേക്ക് നോക്കിയപ്പോഴാണ് മുഹമ്മദിനെ വീടിനുള്ളിലെ കസേരയിൽ മരിച്ച നിലയിൽ കാണുന്നത്. തുടർന്ന് ഈ വിവരം സഹോദരൻ, അതായത് മുഹമ്മദിന്റെ സഹോദരനെ വിളിച്ച് അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് മുഹമ്മദിന്റെ സഹോദരൻ ഉടൻ തന്നെ വീട്ടിലേക്ക് എത്തുകയും ഡോക്ടറെ വിളിക്കുകയും പിന്നീട് ഡോക്ടർ എത്തി മരണം സ്ഥിരീകരിക്കുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉടൻ തന്നെ മുഹമ്മദിന്റെ സഹോദരന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും വൈകിപ്പിക്കാതെ തന്നെ തൊട്ടടുത്തുള്ള മസ്ജിദിൽ ഖബറടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങളൊന്നും തന്നെ കുടുംബത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് കുടുംബം ഇക്കാര്യങ്ങളെല്ലാം അറിയുന്നത്. തുടർന്ന് മകൻ എത്തിയപ്പോഴേക്കും ഖബറടക്കൽ എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടാതെ മകനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് മകൻ എത്തിയപ്പോഴത്തേക്കും ഈ സഹോദരന്റെ വീട്ടിലേക്ക് മാറ്റിയെന്നും പിന്നീട് ഈ പിതാവിന്റെ മുഹമ്മദിന്റെ അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിച്ചതായും മകൻ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പണം പിൻവലിക്കലും അതോടൊപ്പം തന്നെ ഉടൻ തന്നെ ഈ ഖബറടക്കം നടത്തുകയും എല്ലാം ചെയ്തതാണ് മകനെ ഇത്തരത്തിലേക്ക് വലിയൊരു സംശയത്തിന് ഇടയാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് മകൻ പ്രധാനമായും ആരോപിക്കുന്ന ഒരു കാര്യം. തുടർന്നാണ് മകൻ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പയ്യോളി പോലീസിൽ പരാതി നൽകുകയും പിന്നീട് ഇന്ന് പയ്യോളി പോലീസ് എത്തി ഖബറടക്കിയ സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തണം എന്നുള്ള ആവശ്യത്തെ തുടർന്ന് ഇന്ന് പോസ്റ്റ്മോർട്ടം തന്നെ ഇന്ന് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. RDO ഗവൺമെന്റ് ഡോക്ടർ, ഇൻസ്പെക്ടർ AK സജീഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ ആരംഭിക്കുക. ദീപ്തി, ശരി. മകന്റെ പരാതിയിൽ പിതാവിന്റെ ഖബർ തുറന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാനൊരുങ്ങി കോഴിക്കോട് പയ്യോളി പോലീസ്. ഇളുവയലിൽ മുഹമ്മദിന്റെ മൃതദേഹമാണ് ഇന്ന് പുറത്തെടുക്കുന്നത്. അഭിന പി ചിറക്കലാണ് വിവരങ്ങൾ നൽകിയത്.